അങ്ങനെ പാറനമ്പിയുടെ കുടുംബം കൊട്ടാരത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ അടിമയെ പിടിച്ച് വിറ്റിരിക്കുന്നു, അതുകൊണ്ട് ഇതിന് തക്കതായ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന്. ഉടനെ തന്നെ അലിമരക്കാർ പാട്ടം പിരിക്കുന്ന അവിടേക്ക് ദൂതനെ വിടുകയും ദൂതൻ അവിടെ ചെന്ന് അതാ അലിമരക്കാരുമായി കൊട്ടാരത്തിലേക്ക് വരികയാണ്. രംഗം മഹാകവി മോയിൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. അടവേ മൊള്ളിന്തെറ്റ മുതലും നൽകി അത് കേട്ടുടൻ മന്നൻ ചിലരോടേകി, കടുവനവേനെ ഞാൻ വിളിക്കുന്നുണ്ട്, കതിത്തിങ്ക് ഉമൈ കൂടെ വരുവിൻ കൊണ്ട്. അടവേ മൊള്ളിന്തെറ്റ മുതലും നൽകി അത് കേട്ടുടൻ മന്നൻ ചിലരോടേകി, കടുവനവേനെ ഞാൻ വിളിക്കുന്നുണ്ട്, കതിത്തിങ്കുമൈ കൂടെ വരുവിനുണ്ട്. അങ്ങനെ അലിമരക്കാര് പാട്ടം പിരിക്കുന്നതിൻ്റെ അടുക്കൽ ചെന്ന് പടയാളി പറഞ്ഞു, നമ്പി കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതാ അലിമരക്കാർ വിളിക്കാൻ വന്ന പട്ടാളക്കാരൻ്റെ കൂടെ മലപ്പുറം അങ്ങാടിയിലൂടെ സ്പെഷ്യലായ വരവ് വന്നുകൊണ്ടിരിക്കുന്നു. ആര് കണ്ടാലും ഒന്ന് പേടിച്ചു പോകുന്ന രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രംഗം മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെ പറയട്ടെ. പുറപ്പെട്ടരീകരുമൈകവേ നടക്കയെ പുകലായി സൂക്കിൽ അവര ചില മികവാടറുകൾ നിറക്കൈ. അങ്ങനെ മലപ്പുറം അങ്ങാടിയിലൂടെ പൊടിപാറിയ വരവ് കണ്ട് മലപ്പുറത്തെ ചെറുപ്പക്കാരവിടെ അങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ സൊറയും പറഞ്ഞ് കുത്തിരിക്കുകയാണ്. അപ്പോഴാണ് അലിമരക്കാർ ഈ പട്ടാളക്കാരൻ്റെ കൂടെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഒരു സ്പെഷ്യൽ വരവ് കണ്ടപ്പോൾ, എവിടേക്കാണ് അലിമരക്കാർ നിങ്ങൾ പോണ, പാട്ടം പിരിവ് പണിയൊന്നുമില്ലേ, എവിടേക്കാ നിങ്ങൾ ഈ സ്പെഷ്യലായ പോക്ക് പോകണു എന്ന് ചോദിച്ചു. അപ്പം അലിമരക്കാരെടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ നമ്പി ആളെ പറഞ്ഞയച്ചതാണ്, പട്ടാളക്കാരൻ വന്നുകൊണു, പട്ടാളക്കാരൻ്റെ പിന്നാലെ വേഗം കൊട്ടാരത്തിലെത്താൻ പറഞ്ഞിട്ട് ആളെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണെന്ന് ചെറുപ്പക്കാരോട്, മലപ്പുറം അങ്ങാടിയിലിരുന്ന ചെറുപ്പക്കാരോട് അലിമരക്കാർ പറഞ്ഞപ്പോൾ ചെറുപ്പക്കാർ അലിമരക്കാരോട് പറയുകയാണ്, കൂറുബൈ ഹറജെവിടെ കണ്ടും തിരമയറിന്തുരക്കൈ കുളര ചതി ചെയ്യുവാനുള്ളേ വെളിയാമിതണ്ടുരക്കൈ. ചെറുപ്പക്കാർ പറഞ്ഞു, അലിമരക്കാരെ നിങ്ങൾ സൂക്ഷിച്ച് പോകണം, ഇതത്ര പന്തില്ലാത്ത വിളിക്കലാണ് നമ്പി വിളിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോകണം, വല്ല ചതിയും ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ മനസ്സ് പറയുന്നത് എന്ന് അലിമരക്കാരോട് മലപ്പുറത്തെ ചെറുപ്പക്കാർ കുട്ടികൾ പറഞ്ഞപ്പോൾ, കറിയ ഇതിൽ പലര കിളി അറിയ ചതിയെടുത്തേ കരുതിറുമ്പൈ അതിനാൽ സബൽ പൊരുതമിതം കരുത്തേ. മറയും സൈഫും മൊളി കേട്ടുടൽ മുറുക്കി നഠം തെടുത്തേ മന്നോറണ്ടേ ഭൂവിയിൽ നമ്പി മന്നനിരിപ്പിടത്തേ. അങ്ങനെ പാറനമ്പിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്ന അലിമരക്കാരോട് മലപ്പുറം അങ്ങാടിയിൽ വെച്ച് ചെറുപ്പക്കാർ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലിമരക്കാർ എന്താണ് ചെയ്തത്? തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളും പരിചയമൊക്കെ ഒന്ന് ശരിപ്പെടുത്തി തുണിയൊക്കെ അങ്ങോട്ട് മുറുക്കി എടുത്തിട്ട് ഒരു പോക്ക് പോവുകയാണ്. എന്ത് വന്നാലും നേരിടാനുള്ള ഒരുക്കത്തിൽ ഇനി ചതിയാണങ്ങ ചതി, എല്ലാം നേരിടാൻ അതാ അലിമരക്കാർ കൊട്ടാരത്തിനെ ലക്ഷ്യമാക്കി നീങ്ങിയെന്ന് മാത്രമല്ല, കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്തെത്തപ്പെട്ടിരിക്കുകയാണ്. പട്ടാളക്കാർ 4 ഭാഗം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, മുകൾ തട്ടിൽ പാറനമ്പി ഇരിക്കുന്നുണ്ട്. അങ്ങനെ പാറനമ്പിയോട് ചെന്നുകൊണ്ട് അലിമരക്കാർ ചോദിക്കുകയാണ്, എന്ത് കടുകാറി പെടുകാമലേ പിടിപ്പന്തുരാ വിടുത്തി കയ്യിൽ നിപ്പുള്ള അയിൽ വെപ്പതിൻ പയിൽ ചെയ്യുക മശത്തിൽ. അങ്ങനെ അലിമരക്കാർ പാറനമ്പി കൊട്ടാരത്തിൻ്റെ മുകൾ തട്ടിൽ ജനവാതിലും തുറന്ന് കയ്യും ഇങ്ങനെ അവിടേക്ക് വെച്ച് തലയും പുറത്തേക്കിട്ട് നിൽക്കുന്ന രംഗമാണ് ബഹുമാനപ്പെട്ട അലിമരക്കാർ കണ്ടത്. അലിമരക്കാർ ചോദിച്ചു, എന്തിനാ
നമ്പി വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു. മാവണ്ടിയൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനാ നമ്പി വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു. എന്തുട്ടാ പറഞ്ഞത്, എന്തിനാ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു അലിമരക്കാർ. ആ സമയം വിട ചാറ്റിയേ വിട കേട്ടവർ ചൊടികൂട്ടിയേ പുലിയിൽ ഭിണയാതൊന്നും നിനയാതനെ ഉനയായുധം ഭൂയിൽ. അപ്പം അലിമരക്കാരോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ രഹസ്യമായി സംസാരിക്കാനുണ്ട് ചില കാര്യങ്ങൾ. അതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്, പട്ടാളക്കാരനെ വിട്ടത്. അതുകൊണ്ട് അങ്ങനെ അകത്തേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞപ്പോൾ അലിമരക്കാർ പറഞ്ഞു, കാര്യം എന്താണെങ്കിലും പറയൂ, ഞാൻ പകുതി നികുതിയെ പിരിച്ച് ചില ഭാഗങ്ങളിൽ ഇനിയും ഒരുപാട് നികുതി പിരിക്കാനുണ്ട്. അതിനിടയിലാണ് പട്ടാളക്കാരൻ വന്ന് നമ്പി അർജൻറ്റായി ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്നത്. എന്താ സംഭവിച്ചെന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനെ കുടി മന്ദിരി മുതർ ചിന്തലിൽ ഉടൻ വിണ്ടവർ സഭയിൽ കോഞ്ഞെന്ന മാനിമൊളി താനുന്നണം എന്നതിൽ. വീണ്ടും അലിമരക്കാർ ചോദിച്ചു, എന്താണ് കാര്യം പറയുന്നു. അപ്പോൾ പുറത്തുണ്ടായിരുന്ന പട്ടാളക്കാരും പറഞ്ഞു, എന്താ മന്നം പറയിച്ചെങ്കിൽ അത് കേക്കിങ്ങൾ ആണ് കടന്നു ചെല്ലിന്ന് പറഞ്ഞു. പക്ഷേ ഉടനെ തന്നെ അലിമരക്കാർ എന്ത് ചെയ്തെന്നറിയുമോ? മഹാകവി മൊയ്ൻകുട്ടി വേദിയിൽ തന്നെ പറയട്ടെ. എണ്ടത് കേട്ടുടൻ ചെണ്ടങ്ങ മാത്തിയർ പിണ്ടതിനാൽ താനേ അവൻ താൻ എത്തി മഹാമന പത്തായ മാടമിൽ മെത്തമുകളാണേ ഉണ്ട് ഗിജമലറമ്പടിയും നില ഭാഷൽ തുറന്താനേ അതുമ്മൽ ഉക്കന്നീരിന്തൊരു കൈശിരസും പുറ തിട്ടിര നിർത്താനേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരെ തട്ടിൻ്റെ മുകളിൽ അതാ ജനവാതിൽ തുറന്നുകൊണ്ട് അലിമരക്കാരോട് പാറന്നമ്പി സംഭാഷണം നടത്തുകയാണ്. ആയുധം വെച്ചിങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പാറന്നമ്പി ചൂടായിക്കൊണ്ട് അലിമരക്കാരോട് പറഞ്ഞപ്പോൾ ഇനി അവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.